നിലമ്പൂർ DFO ഓഫീസ് ആക്രമണ കേസിൽ PV അൻവറിനെതിരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സംഘടന രംഗത്ത് വന്നു എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. നിക്ഷിപ്ത താൽപര്യക്കാർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തത് അപലപനീയമാണ്. വനപാലകർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് അസോസിയേഷൻ ഓഫ് ഗസറ്റഡ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. AV ജയശങ്കർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, PV അൻവർ ഇന്നലെ ജാമ്യമെടുത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഒക്കെ കണ്ടു. അക്കാര്യത്തിൽ ഈ വന നിയമ ഭേദഗതി വിഷയത്തിൽ കുറെ കൂടി കടുത്ത സമരത്തിന് ഒരുങ്ങുകയാണ്, പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണെന്ന് അൻവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം? അതായത് വിജയകുമാർ, ഈ PV അൻവർ ജാമ്യമെടുത്ത പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഈ ഫോറസ്റ്റ് വകുപ്പിലെ ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ അൻവറിനെതിരെ രൂക്ഷമായ വിമർശനം. പ്രത്യക്ഷത്തിൽ തന്നെ ഒരു MLA യുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തത്, അതായത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തത് ഒരിക്കലും അംഗീകരിക്കാത്ത തീരുമാനമാണ്. അത് അപലപനീയമായ സംഭവമാണ്. ഒപ്പം തന്നെ ഈ വനപാലകർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം സർക്കാർ ഇല്ലെങ്കിൽ ഈ വകുപ്പ് ഒരുക്കിത്തരണമെന്ന് ഇവർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഈ മണി എന്ന് പറയുന്ന ആദിവാസി യുവാവ് കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഈ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് തിരിക്കുകയും ഈ വാഹനം ലഭ്യമാകുന്ന, ആംബുലൻസ് ലഭ്യമാകുന്ന ഇടം വരെ ഇദ്ദേഹത്തെ ചുമന്നു കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചതും പ്രാഥമിക ചികിത്സ നൽകിയതും എല്ലാം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ്. ഇതൊന്നും കാണാതെയാണ് തങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ഒരു MLA യുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സംഘടിതമായ നീക്കം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടക്കുന്നു. ഇതൊരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നാണ് ഇവർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. എന്തായാലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് PV അൻവർ MLA യുടെ നടപടിയിൽ, അദ്ദേഹത്തിന്റെ ഈ നീക്കത്തിൽ അദ്ദേഹം ഓഫീസ് അടിച്ചു തകർത്ത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശരി ജയശങ്കർ, എന്തായാലും അതിൽ ഫോറസ്റ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഓഫ് ഗസറ്റഡ് ഓഫ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് അവരുടെ പ്രതിഷേധം അവരൊരു വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുകയാണ്. വിജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.